ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഖത്തറിലൊരു ബോട്ട് ഷോ കാണിക്കാനാണ്. ഇത് നമ്മളുടെ ഖത്തറിൽ ദോഹ ഓൾഡ് പോർട്ടിൽ ഒരു ബോക്സ് പാർക്ക് ഉണ്ട്. ആ ബോക്സ് പാർക്കിലാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത്. ഈ ബോക്സ് പാർക്ക് ഇതിനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡിംഗ് എല്ലാം കണ്ടില്ലേ, ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സിൻ്റെ ആ ഒരു രീതിയാണ്. ഇത് റിയൽ ആയിട്ടുള്ള ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ആണോ അതോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഈ ബോട്ട് ഷോയിൻ്റെ എൻട്രൻസ് തന്നെ കണ്ടില്ലേ, പല നിറത്തിലുള്ള ബിൽഡിങ് മാത്രമല്ല, പല നിറത്തിലുള്ള ലൈറ്റുകളും എല്ലാം കൊണ്ട് ഇവിടെ നിറച്ചു വെച്ചിരിക്കുക. അതുമാത്രമല്ല, ഒരു ഡാൻസിങ് ഫൗണ്ടെയിൻ ഷോ കൂടി നടക്കുന്നുണ്ട് അവിടെ. ഞാനിപ്പോൾ കയറി വന്ന സമയത്ത് അത് കഴിഞ്ഞു. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും അത്. ആ സമയത്ത് എന്തായാലും കാണാൻ പറ്റും നമുക്ക്. ഈ ഒരു ബോട്ട് ഷോയിൽ ആദ്യമായിട്ട് കണ്ട ഒരു പ്രീമിയം യാട്ട് ഈ കിടക്കുന്നതാണ്. ഇവിടെ ഒരു ബോട്ട് ഷോ കാണാനായിട്ട് 35 റിയാലിൻ്റെ പാസ്സാണ് ഞാൻ എടുത്തത്, വിസിറ്റർ പാസ്. അതുകൂടാതെ VIP പാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ടേ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ ബോട്ട് മാത്രമല്ല, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്സസറീസ് കാര്യങ്ങൾ എല്ലാനും ഇവിടെ ഉണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയ ബോട്ടിൻ്റെ ആ ഒരു ഡെമോ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വേറെ ഒരു യാട്ടിൻ്റെ ആ ഒരു മോഡൽ കാര്യങ്ങളെല്ലാം ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ആക്സസറീസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിനോട് ചേർത്ത് തന്നെ യാട്ടിലിടാനുള്ള ആ ഒരു ബെഡ് കാര്യങ്ങൾ അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ വാക്കിംഗ് പാഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇത് ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ആണ്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം ഒരുപാട് ചെറിയ ചെറിയ ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡോൾഫിൻ മറൈൻ എന്ന് പറഞ്ഞ ഒരു സംഭവമില്ലേ, ഇവിടെയും ഇവർ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് പേര് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. കാരണം കുറച്ചധികം നടക്കാനുണ്ട് ഇവിടെ. ഇവിടെ നിന്നാണ് ശരിക്കും ആ ഒരു പ്രീമിയം യാട്ടുകളുടെ എല്ലാം ഡിസ്പ്ലേ തുടങ്ങുന്നത്. ഇതിനൊക്കെ എത്ര എഞ്ചിനാണെന്നറിയോ? കണ്ടില്ലേ, 3 എഞ്ചിനൊക്കെ ഈ ബോട്ടിനുണ്ട്. ഇത് സംഭവം കയാക്കല്ലേ, കയാക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ആക്സസറീസും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്പ്, ഡ്രസ്സുകൾ, ഇവിടെ ഫിഷിംഗ് റോഡ് തന്നെ ഒരുപാട് പല മോഡലിലുള്ളത് സൈസിലുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് അവർ. ഈ ഒരു വ്യൂ അത്യാവശ്യം ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. ആ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ചുറ്റിനും ബോട്ടുകളും. പിന്നെ ഈ കാണുന്ന സ്ഥലമില്ലേ റൈറ്റ് സൈഡിൽ അങ്ങ് നേരെ, അവിടെയാണ് കേട്ടോ ആ ഒരു ഡാൻസിങ് ഫൗണ്ടെയിൻ നടക്കുന്നത്. ഈ 3 യാട്ട് കണ്ടിട്ടെ റോയൽ ഫാമിലിയാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ 3 എണ്ണത്തിനെ മറികടക്കാനായിട്ട് വേറെ ഒരു ബോട്ടും ഇതിൻ്റെ അകത്തില്ല. സത്യം പറഞ്ഞാലേ ഈ ബോട്ട് ഷോയിൽ വന്നിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇത് കണ്ടപ്പോഴാണ്. ലക്ഷറി എന്നൊക്കെ പറഞ്ഞാൽ പോരാ, ഒരു 5 തവണ ലക്ഷറിന്ന് കൂട്ടിച്ചേർത്ത് വായിക്കണം. അങ്ങനെ പറയാൻ വേണം, എങ്കിലേ ഇതിനെയൊക്കെ പറയാൻ പറ്റുള്ളൂ.
വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കൊട്ടാരം. എന്താണല്ലോ ഇത്? ഇങ്ങനെയുള്ള സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കണ്ടേക്കുന്നത്. എനിക്ക് ഈ 3 കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 3 കളറിൻ്റെ മാത്രമല്ല, അതിൻ്റെ ആ വലുപ്പവും ആ ഒരു ലക്ഷറി, ആ ഒരു ഫീലും, അതെല്ലാം ശരിക്കും തോന്നുന്നത് ഇതിനാണ്. ആ വുഡൻ ഫിനിഷിലുള്ളത്, ആ വുഡൻ കളറിലുള്ളതും, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഈ വൈറ്റും, അതിനോട് ചേർന്ന് തന്നെയുള്ള ആ ഒരു ബ്ലൂ കളറും. ഈ കിടക്കുന്നതിൻ്റെയൊക്കെ വിലയൊക്കെ എന്തായിരിക്കും അല്ലേ? ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമായിരിക്കും ഇതിൻ്റെയൊക്കെ വില. നമുക്ക് സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കാം. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മൂന്നാമൻ. ഇവിടെയുള്ള ആ 3 യാട്ടിൽ, അതായത് ഫേമസ് യാട്ടിൽ ഒരെണ്ണം. ഇവിടെ ഈ കാണുന്നതിന് നോക്കി 5 എഞ്ചിൻ. ഇതിന് ഇത്രയും ഈ എഞ്ചിനുള്ള സാധനം പോകുന്ന സ്പീഡ് ചെറുതായിരിക്കില്ല അല്ലേ? ഈ വെള്ളത്തിൻ്റെ ഒക്കെ കളർ ഉണ്ടല്ലേ, അതിലേക്ക് ഈ ലൈറ്റൊക്കെ ചെയ്തിട്ട് ആ ഒരു നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇവിടെ സുസുക്കിയുടെ എഞ്ചിനുള്ള ഒരു ബോട്ട് കണ്ടിട്ടോ, കണ്ടില്ലേ? 4 എണ്ണം, 4 എഞ്ചിനാണ് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഒരു ഓഫീസ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഈ കാണുന്നതാ, ഇത് ഇവർ ടെമ്പററി ആയിട്ട് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നതാ. ഒരുപാട് ബോട്ടിൻ്റെ പുറകിൽ ഫോർ സെയിൽ എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ, ഞാനത് കാണിച്ചു തരാം. ഇവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് അതാത് കമ്പനികളുടെ യാട്ടിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡെമോ അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട്, പല പല മോഡലിലുള്ളത്. ഇത് ഗൾഫ് യാട്ടിൻ്റെ ആണ്. എക്സ്ക്ലൂസീവ് ഡീലേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എത്ര ലക്ഷറി ഉള്ള ഈ സംഭവമെല്ലാം. ഞാനിതൊക്കെ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. കയറാൻ പറ്റില്ല, ചോദിച്ചു നോക്കിയായിരുന്നു, പക്ഷെ അവർ സമ്മതിച്ചില്ല. ഞാനിപ്പോൾ ഈ നടന്നു പോകുന്ന ഈ വഴിയില്ലേ, ഇത് ടെമ്പററി ആയിട്ട് ചെയ്തതാണോ അതോ ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ളതാണോ എന്നെനിക്കറിയില്ല. ഈ വെള്ളത്തിൻ്റെ മേളിലാണ് ഈ സംഭവം ഉള്ളത്. എന്തായാലും ഈ ഒരു യാട്ടിൻ്റെ ഫുള്ള് പ്രത്യേകതയും കാര്യങ്ങളും ഇവിടെ എഴുതി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു ബോട്ട് സ്പേസ് കണ്ടില്ലേ, ഈ ഒരു യാട്ടിൻ്റെ അതിലൊരു ബോട്ടും ഒരു ജെറ്റ് സ്കീം വെച്ചിട്ടുണ്ട്. ആ ഒരു സ്പേസ് അത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണത്. അതിനോട് ചേർന്ന് തന്നെ അതിൽ കുറച്ചുകൂടി ഒന്ന് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ 2 ഐറ്റം മാത്രമേ അതിൻ്റെ അകത്ത് വെച്ച് കാണിച്ചിട്ടുള്ളൂ. ഈ ഓരോ കമ്പനിയുടെയും അതിൻ്റെയൊക്കെ ഒരു ഓഫീസ് പോലെ അതും ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ബ്രാൻഡിൻ്റെ മാത്രമല്ല, മാനുഫാക്ചേഴ്സ്, അതുപോലെ പ്രൊഡക്ഷൻ, അതുപോലെ ഡിസൈനിങ് കമ്പനീസ്, അവരുടെയൊക്കെ ഓഫീസുണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഈ കിടക്കുന്ന യാട്ടിൻ്റെ പേരാണെന്ന് തോന്നുന്നു പ്രിൻസസ് X95 എന്നുള്ളത്. നല്ല ഭംഗിയുള്ളൊരു യാട്ടാണത്. ഇതിൻ്റെയൊക്കെ കാലിയാണ്, അതിലവരൊന്നും ചെയ്തിട്ടില്ല, നോർമലായിട്ട് തന്നെ ഇട്ടേക്കുക. ഇതൊക്കെ ശരിക്കുമേ അത്ര സ്പേഷ്യസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതെല്ലാം. നമുക്ക് മനസ്സിലാവണമല്ലോ. ഇവിടെ ഒരു വെറൈറ്റി ബോട്ട് കിടപ്പുണ്ട്, കണ്ടിട്ട് റേസിങ്ങിനൊക്കെ പോകുന്നതാണെന്നാണ് തോന്നുന്നത്. എൻജിൻ 6 എണ്ണമാണ്. അപ്പോൾ അതിൻ്റെ പവറൊക്കെ എന്തായിരിക്കും അല്ലേ? ആ ഒരു ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ അതിലെ ഒരു ഡിസൈനൊക്കെ കണ്ടിട്ട് റേസിങ് തന്നെയാണെന്നാണ് തോന്നുന്നത്. റേസിനൊക്കെ പോകുന്ന സെയിം തന്നെയാണ് സംഭവം. അത് ഓൺ ചെയ്ത് കാണിച്ചു തന്നിട്ട് പുള്ളി, ഭയങ്കര സൗണ്ട് അത്. പിന്നെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. ഇവിടെ വന്നിട്ട് ആകെ ആ ഒരു എൻജിൻ്റെ പേര് മനസ്സിലായത് ആകെ 3 പേരാ. 1 സുസുക്കി, 2 ഹോണ്ട, 3 യമഹ. ചെറിയ പ്രായത്തിലേക്ക് പുഴയിൽ കൂടെ ഒരു ബോട്ട് പോയി കഴിഞ്ഞാൽ
ഏത് എൻജിനാണെന്നൊന്നും അറിയില്ല. ഒരു യമഹ വെച്ച ബോട്ട് പോയി, അങ്ങനെ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ചുരുക്കം ചില ബ്രാൻഡുകൾ മാത്രമേ അതിനെക്കുറിച്ച് നമുക്കറിവുള്ളൂ. നമുക്കെന്ന് ഞാൻ പറഞ്ഞതേ എനിക്കാണേ. അങ്ങനെ ബോട്ട് കണ്ടു കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആ ഡാൻസിങ് ഫൗണ്ടെയിൻ ഇല്ലേ, ആ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു ചെറിയ പാട്ടൊക്കെ വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക്, അത്രയേ ഉള്ളത്. പക്ഷെ നല്ല ഭംഗിയുള്ള സംഭവം ഉണ്ട് അത്. കവാസക്കിയുടെ ജെറ്റ് സ്കിയാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,75,000 ഇന്ത്യൻ രൂപയാണ്. ഈ റെഡിൻ്റെ വില 15,45,000. ഈ ഗ്രീൻ ആണെങ്കിൽ 22,47,000 ഇന്ത്യൻ രൂപയാണ് ഇതിൻ്റെയൊക്കെ വില. അവിടെ പ്രൈസും കാര്യങ്ങളെല്ലാം ഖത്തർ റിയാലിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളർ നല്ല ഭംഗിയുള്ള ബോട്ടാണ്. ഈ ഭാഗത്തായിട്ട് സുസുക്കിയുടെ ഒക്കെ എൻജിനൊക്കെ വെച്ചിട്ടുണ്ട്. ഒരാളുടെ അത്രയും ഉയരത്തിലാണ് ഇതിൻ്റെ ഒരു സൈസ്. ഇത് വെച്ചിട്ടുള്ള ബോട്ടുകളൊക്കെ നമ്മൾ തൊട്ടപ്പുറം ഓപ്പോസിറ്റ് സൈഡിൽ കണ്ടതാണ്. ഇവിടെയുണ്ട് യമഹയുടെ ബോട്ടും അതുപോലെ തന്നെ എൻജിനും. ഇവിടെ അറ്റം വരെയായിട്ട് ഒരുപാട് ബോട്ടുകളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നടന്നു വരുന്ന വഴിയിലെ ഈ ചേട്ടൻ്റെ വക നല്ലൊരു മ്യൂസിക്കും കേട്ടു. ഇതെന്താ സംഭവം? ഇതൊരു ബോട്ട് ഷോ അല്ലേ? ഇവിടെ എന്താ കാറ്? ഇവിടെ ഇവർക്ക് മാറിപ്പോയിട്ടുണ്ട്. ബോട്ട് ഷോയിൽ കാറ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബോട്ട് ഷോ നടക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെ വേറൊരു പ്രോഗ്രാം കൂടി നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കാണ്. അതുമാത്രമല്ല, ഇവിടെ പുറകിലായിട്ടേ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നാട്ടിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കണ്ടേക്കുന്ന പരിപാടിയാണ്. ആ ഒരു റിങ്ങൊക്കെ എറിഞ്ഞിട്ട് ടോയ് എടുക്കുന്ന പരിപാടിയില്ലേ, കുട്ടികൾക്ക് ഒരുപാട് കളിപ്പാട്ടും കാര്യങ്ങളെല്ലാം, അതിവിടെയുണ്ട്. ഈ കാണുന്ന ഗെയിമിലെ അത് തട്ടിത്തെറിപ്പിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. നല്ല വെയിറ്റ് ഉണ്ട് അതിന്. അത്ര കഷ്ടപ്പെട്ടാണ്ട് അവരത് എറിഞ്ഞു വീഴ്ത്തിയത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ആ ഒരു റിങ് ഇടുന്ന പരിപാടി. ഇത് നമുക്ക് പരിചയമുള്ള ഗെയിമാണ്. ഞാനിവിടെ ഇത് നോക്കി ഒരു 10 മിനിറ്റോളം ഇവിടെ നിന്നു. പക്ഷെ ആർക്കൊന്നും കിട്ടിയില്ല. ഈ ഒരു ഭാഗം മുഴുവൻ അതുപോലുള്ള ഗെയിംസാണ്.
ഇവിടെ ഈ ഭാഗത്തെ 2-3 ഫുഡ് ട്രക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഭക്ഷണമൊന്നും ഞാൻ വാങ്ങിച്ചില്ല അവിടെ നിന്ന്. ഇവിടെ മെയിനായിട്ട് കണ്ടത് ഫിഷിങ്ങിനുള്ള ആക്സസറീസും കാര്യങ്ങളും, അതുപോലെ ചൂണ്ട, അതെല്ലാം ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു കൊച്ച് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നുമുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ബോട്ട് ഷോൻ്റെ കാഴ്ചകളെല്ലാം ഞാൻ അവസാനിപ്പിച്ച് പുറത്തേക്ക് പോവുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഈ ബോട്ട് ഷോ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ടത് മിന ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നല്ല നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട്, കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്. അപ്പോൾ ഒരു വീഡിയോ അതിൻ്റെ ഞാൻ ചെയ്യുന്നുണ്ട്, അധികം വൈകാതെ തന്നെ അത് ഇട്ടേക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വന്നേക്കാം.